ഈ ഒരു റൂം എന്ന് പറയുന്നത് എയറോസ്പേസിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു റൂമാണ്. ഇവിടെ സ്പേസിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഒരു എക്സിബിഷൻ കാണാം. ഈ വീഡിയോയുടെ ആദ്യ ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഇതിൻ്റെ കാർഡിൽ ഞാൻ ആഡ് ചെയ്തിരിക്കാം. ഈ മോളിൽ കാണുന്ന കാർഡിൽ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗത്തിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ക്രീച്ചേഴ്സിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു സെക്ഷനെ ജയൻസ് ഓഫ് സീ എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് കടലിലുള്ള വലിയ ജീവികളുടെ ഫോസിൽസ് കാണാം. ദ മെസസോയിക് എറ. ഇവിടെയാണ് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ജയന്റ് ആയിട്ടുള്ള ഡൈനോസേഴ്സിന്റെ ഫോസിൽസ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലാബിനകത്ത് ഡൈനോസറിനെ കുറിച്ചുള്ള ലൈഫ് സ്റ്റോറി കാണാൻ പറ്റുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എവരി ഫോസിൽ ടെൽസ് എ സ്റ്റോറി. അറേബ്യാസ് ചേഞ്ചിങ് ക്ലൈമറ്റ്. ഈ ഒരു റൂമിനകത്ത് ഗൾഫ് കൺട്രീസ് ഉണ്ടാകുന്ന വെതറിൻ്റെ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അവിടെ തരുന്നത്. അവിടെ നേരെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ജൈൻ്റ് ആയിട്ടുള്ള വൈൽഡ് എലിമെൻസിൻ്റെ ഫോസിൽസും അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ അവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. വൈൽഡ് ഫോട്ടോഗ്രാഫി ഓഫ് ദി ഇയർ. ഇവിടെ മെയിനായിട്ട് ഈ വർഷം എടുത്തിട്ടുള്ള നല്ലൊരു വൈൽഡ് ഫോട്ടോഗ്രാഫീസ് ഇവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു സ്റ്റോർ നമുക്കവിടെ കാണാം. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. പുറത്ത് നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ള സെക്ഷനും അവിടെ ഉണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പം കാണുന്നത്.